ഞങ്ങളുടെ ഭരണം നിങ്ങൾ കണ്ടോ? ഞങ്ങൾ വളരെ അന്തസ്സായി ഭരിക്കും. ടീം യു ഡി എഫ്, ടീം യു ഡി എഫ്. വി ഡി സതീശൻ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ടീം യു ഡി എഫ് അധികാരമേറ്റു. എന്താ സംഭവിക്കുന്നേ? നാലുപാടും മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ, വണ്ടികൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ. ആരാണിത്? സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂൾ ബാഗ് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് കരയുന്നത് പോലെ 21 മന്ത്രിമാർ കരയുകയാണ് തലസ്ഥാനത്ത് അനന്തപുരിയിൽ എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരു മോഡിയും ക്ലിഫ് ഹൗസിന് വേണ്ട, ഒരു എസ്കോർട്ടും മുഖ്യമന്ത്രിക്ക് വേണ്ട. അത് നിങ്ങളുടെ കാര്യം. പറയാതെ പറയുന്നത് ആരാ? മന്ത്രിമാർ. മന്ത്രിമാർ പറയാതെ പറയുക. നമുക്ക് തുടങ്ങാം രമേശ് ചെന്നിത്തലയിൽ നിന്ന്. രമേശ് ചെന്നിത്തലയ്ക്ക് 9-ാം നമ്പർ കാറ് തന്നെ വേണം. പമ്പ എന്ന പേരിൽ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിലിനുള്ളിലുള്ള ആ മന്ത്രിമന്ദിരമുണ്ടല്ലോ, ക്ലിഫ് ഹൗസ് കഴിഞ്ഞാൽ ഏറ്റവും അന്തസ്സുള്ള തലയെടുപ്പോടെ നിൽക്കുന്ന മന്ത്രിമന്ദിരമായ പമ്പ, അത് വേണമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല സടകുടഞ്ഞെണീറ്റിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ ഡിമാൻഡ് ഉന്നയിച്ചു കഴിഞ്ഞാൽ തടുക്കാൻ സതീശനാവുമോ? കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തപ്പോ വരാനിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് കോംപ്രമൈസുകളുടെ സെറ്റിൽമെന്റിന്റെ അവകാശം ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോ ഇനി അങ്ങോട്ട് KC-യും RC-യും പറയുന്നത് കേട്ടേ മതിയാകൂ സതീശ എന്നുള്ളത്. സശാൽ K മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, 11-ാം നമ്പർ കാറ് വേണമത്രേ. 11-ാം നമ്പർ കാറ്. ആ കാറിന് വേണ്ടിയാണ് മുരളീധരന്റെ കടും പിടിത്തം. സതീശൻ എല്ലാം കൈവിട്ടു പോവുകയാണെന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയാം. 3,96,00,000 രൂപ എന്തിനാ? ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനല്ല, മന്ത്രിമന്ദിരങ്ങൾക്കും മോടി കൂട്ടുവാൻ വേണ്ടി ഗവൺമെന്റ് ക്യാബിനറ്റ് ഉത്തരവിറക്കി. പൊതുഭരണ വകുപ്പിന് മിനുക്കിക്കോ മന്ത്രിമന്ദിരങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരുപക്ഷെ ആവശ്യമായിരിക്കുമെന്നേ. 5 വർഷങ്ങൾക്ക് ശേഷം പുതിയ മന്ത്രിമാർ അധികാരത്തിലേക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷേ തള്ളരുത് വന്നു നിന്ന്. ഞങ്ങൾ മന്ത്രിമന്ദിരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മോഡിയും കൂട്ടില്ല. ക്ലിഫ് ഹൗസിന് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക. വലിയ രീതിയിലുള്ള എസ്കോർട്ടുകൾ ഞാൻ ഒഴിവാക്കുമ്പോ എനിക്ക് ഏത് കാറും മതി. കറുത്ത കാറിന് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഏത് കാറാണേലും ഞാൻ പോവും. അങ്ങനെയൊക്കെ പറയുമ്പോ സതീശൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാനാത്വത്തിൽ ഏകത്വമല്ല, ബഹുസ്വരതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഏകസ്വരവുമല്ല. ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. നാല് വഴിക്ക് പോകുന്ന പാർട്ടിയാണ്, അഭിപ്രായമാണ് നിങ്ങളുടേതെന്നുള്ളതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണെന്ന് കരുതി വെറുതെ വന്നിരുന്ന് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളുമ്പോ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ്ങിന് വിധേയനാകേണ്ടി വരുമെന്ന ചിന്ത കൂടി വെച്ചിട്ട് വേണം സാക്ഷാൽ സതീശൻ പറയാൻ. താങ്കൾ പറഞ്ഞ ടീം UDF-ൽ വകുപ്പ് ഇപ്പോഴും ആയിട്ടില്ലല്ലോ. വകുപ്പാവാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒത്തിണക്കത്തോടെ പോകുന്നു എന്ന് സതീശൻ പറയുന്നിടത്താണ് നമ്മൾ ക്വസ്റ്റ്യനിങ്ങിലേക്ക് പോകേണ്ടി വരുന്നത് ഇത്ര നേരത്തെ തന്നെ എന്നുള്ളതാണ്. എസ്കോർട്ട് ഞാൻ ഒഴിവാക്കുമ്പോ, ഏത് വാഹനത്തിലും ഞാൻ പോകുമ്പോ അതൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കാണ്? അന്യ സംസ്ഥാനത്തിലെ മന്ത്രിമാർക്കാണോ? അല്ലല്ലോ. ഈ നാട്ടിലെ നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കല്ലേ നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കുന്നത്. അവർ കൃത്യമായി ഇത്ര നമ്പറുള്ള വണ്ടി എനിക്ക് വേണം, ഇത്ര മാത്രം എന്റെ മന്ത്രിമന്ദിരം മോടി കൂട്ടണം, എനിക്ക് ഈ മന്ത്രിമന്ദിരം വേണം എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല പമ്പയ്ക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോ ഗ്രേസ്, അതുപോലെ തന്നെ സനന്ദു, നീള, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രിമന്ദിരങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങൾ മന്ത്രിമാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. 1, 2, 3, 4 ഈ 4 നമ്പർ സ്റ്റേറ്റ് കാറുകൾ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള 5 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള നമ്പറുകൾക്കാണ് അടിപിടി നടക്കുന്നതും എന്നുള്ളതാണ്.